നമസ്കാരം, എല്ലാവർക്കും ഹിസ്റ്റോറിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് മഹാജനപദാസിനെ കുറിച്ചാണ്. ആദ്യം ജനപദാസും മഹാജനപദാസും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്, എങ്ങനെയാണ് മഹാജനപദാസ് ആൻഷ്യൻ കാലഘട്ടത്തിൽ എങ്ങനെയാണ് മഹാജനപദങ്ങൾ ഉയർന്നു വന്നതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ്, അതായത് ഓരോ ജനപദാസിനെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക, അതിനോടൊപ്പം തന്നെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ജനപദാസും മഹാജനപദാസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. എന്താണ് ജനപദാസ്? ജനപദാസ് വെർ ദ കിങ്ഡം, റിപ്പബ്ലിക്സ് ആൻഡ് റിയലംസ് ഓഫ് ദി വേദിക് പീരിയഡ് ഇൻ ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ദ ജനപദ കംസ് ഫ്രം ദ വേർഡ് ജന വിച്ച് മീൻസ് പീപ്പിൾ ആൻഡ് പദാസ് വിച്ച് മീൻസ് ഫുഡ്. അപ്പോൾ ജനപദ എന്ന് പറയുന്ന പദം ആൻഷ്യൻ കാലഘട്ടത്തിൽ കിങ്ഡം, അതുപോലെ റിപ്പബ്ലിക്കുകൾ എന്നീ പദങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ജനപദ എന്ന് പറയുന്ന പദം ഇന്ത്യയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ആ ഒരു ടേം എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് നോക്കാം. ജനപദ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജന എന്ന പദം ഡിനോട്ട് ചെയ്യുന്നത് പീപ്പിൾ എന്നും പദ എന്ന് പറയുന്ന പദത്തിനർത്ഥം ഫൂട്ട് അല്ലെങ്കിൽ കാല് എന്നാണ്. അപ്പോൾ ജനത്തിൻ്റെ പാദം പതിഞ്ഞ പ്രദേശം എന്നാണ് ജനപദ എന്ന് പറയുന്ന പദം കൊണ്ട് എന്ത് ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി മഹാജനപദാസ്. By 500 BCE, Janapadas became a common feature. Over 40 Janapadas covering even Afghanistan and Southeast Central Asia are mentioned by Panini. Many of the Mahajanapadas come up by incorporating Janapadas which were earlier independent. അപ്പോൾ മഹാജനപദങ്ങൾ, മഹാ എന്ന് പറയുന്ന പദത്തിനർത്ഥം എന്താ, വലുത് എന്നാണ്. വലിയ ജനപദങ്ങൾ എന്നാണ്, അല്ലെങ്കിൽ വലിയ റിപ്പബ്ലിക്കുകൾ എന്നായിരുന്നു എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, മഹാജനപദം എന്ന് പറയുന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ പാണിനി അദ്ദേഹത്തിൻ്റെ അഷ്ടാധ്യായി എന്ന് പറയുന്ന കൃതിയിൽ ഇത്തരത്തിലുള്ള ജനപദാസിനെ കുറിച്ച് ഏകദേശം 40ഓളം ജനപദങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അത് ഏകദേശം അഫ്ഗാനിസ്ഥാൻ മുതൽ അതുപോലെ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ ഏഷ്യ വരെ ഇത്തരത്തിൽ എന്ത് നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു, മഹാജനപദങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് ആര് പറയുന്നത്, പാണിനി പറയുന്നത്. അതുപോലെ തന്നെ ഇവ എന്താണ്, സ്വതന്ത്രമായിട്ടുള്ള റിപ്പബ്ലിക്കുകളായിരുന്നു. ഈ മഹാജനപദങ്ങളെല്ലാം തന്നെ എന്താണ്, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വതന്ത്ര റിപ്പബ്ലിക്കുകളും ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി എന്തൊക്കെ കാരണങ്ങളാണ് മഹാജനപദങ്ങൾ ഉയർന്നു വരാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ? റീസൺസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് മഹാജനപദാസ്. ന്യൂ അഗ്രികൾച്ചറൽ ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇനേബിൾഡ് ഡിസെൻസ് to clear the forest, increase the arable land and produce a good amount of surplus. It met not only the needs of the ruling class but also supported numerous towns such as Chamba, Rajagriha, Ayodhya, Kausambi, Kashi in the Ganges plains. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ അഗ്രികൾച്ചറൽ ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ ഒരുപാട് പ്രദേശങ്ങളിൽ കാട് വെട്ടിത്തെളിക്കുന്നതിനും അതുവഴി അവിടെ എന്ത് ചെയ്യാൻ സാധിച്ചു, കൃഷി ഇറക്കുന്നതിനും അതുവഴി സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിനും സഹായിച്ചു. ഇത് എന്തിനു സഹായിച്ചു, മഹാജനപദങ്ങൾ ഉയർന്നു വരുന്നതിന് സഹായിച്ചു. ഇതോടൊപ്പം തന്നെ ഒരു റൂളിംഗ് ക്ലാസ് അവിടെ ആവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പുതിയ സ്ഥലം വളരെ ആരബിളായിട്ടുള്ള അല്ലെങ്കിൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശം ഉയർന്നു വരുമ്പോൾ അവിടെ പുതിയതായിട്ടൊരു വിഭാഗം ഉയർന്നു വരും, അവരെ റൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റൂളിംഗ് ക്ലാസ് ഉണ്ടായി വരും. അതുപോലെ ഒരുപാട് ടൗണുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്യുക. അതിൽ പ്രധാനപ്പെട്ടവയായിരുന്നു ചമ്പ, രാജഗൃഹ, അയോധ്യ, കൗസംബി, കാശി എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും ഗംഗാ സമതലത്തിലായിരുന്നു ഈ പറയുന്ന ടൗണുകളെല്ലാം ഉയർന്നു വന്നത്. അതുപോലെ ദ അഗ്രികൾച്ചറൽ എക്സ്പാൻഷൻ ഓൾസോ ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. അഗ്രികൾച്ചറൽ എക്സ്പാൻഷൻ കൂടിയപ്പോൾ അത് എന്തിനു സഹായിച്ചു, പോപ്പുലേഷൻ കൂടുന്നതിന് സഹായിച്ചു. ദ അപ്പിയറൻസ് ഓഫ് അർബൻ സെൻറ്റേഴ്സ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് സച്ച് ആസ് ഗഹബതി, മെർച്ചൻസ്, സെറ്റിലേഴ്സ് പെർസ്യൂയിങ് ഡിഫറെൻറ്റ് ഓക്യുപ്പേഷൻസ് ആൻഡ് മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ്. അതോടൊപ്പം തന്നെ ഈ അർബൻ സെൻറ്റേഴ്സ്, നേരത്തെ പറഞ്ഞതുപോലെ അർബൻ സെൻറ്റേഴ്സ് ചമ്പ അതുപോലെ രാജഗൃഹ പോലുള്ള സിറ്റികളും ടൗണുകളും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴോടുകൂടിയിട്ട് വിവിധ തരത്തിലുള്ള ഒരു സോഷ്യൽ ഗ്രൂപ്പ്, ഒരു സാമൂഹിക വിഭജനം എന്തുണ്ടായി, അവിടെ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ, ഗഹബതി എന്ന് പറയുന്ന ഗ്രൂപ്പ്, മെർച്ചൻറ്റുകൾ, സെറ്റിലേഴ്സ്, അങ്ങനെ വിവിധ തരത്തിലുള്ള ഒക്യുപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ തരത്തിലുള്ള സെറ്റിൽമെൻറ്റ്സ് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി.
The exchange of goods and services and regular trade also led to the emergence of professional middlemen and merchants. Widespread use of iron and a regular system of taxation and army also developed. This distinction between Raja and Praja became more pronounced. അപ്പോൾ എങ്ങനെയാണ് മഹാജനപദങ്ങൾ ഉയർന്നു വന്നത് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ റീസൺസ്. അപ്പോൾ ആദ്യം കൃഷി ഡെവലപ്പ് ചെയ്തതോട് കൂടിയിട്ടാണ് പിന്നെ എന്ത് ചെയ്തു, അർബൻ സിറ്റികൾ ഉണ്ടാകാൻ തുടങ്ങി, അവിടെ ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാകാൻ തുടങ്ങി. അതിനുശേഷം ഒരു പ്രൊഫഷണൽ മിഡിൽമെൻ, ഒരു മധ്യവർഗത്തിൻ്റെ ഉദയം അവിടെ കാണാൻ സാധിക്കും നമുക്ക് ഈ പ്രദേശങ്ങളിൽ, ഒരു മധ്യവർഗത്തിൻ്റെ ഉദയം. അതുപോലെ ഇരുമ്പിൻ്റെ ഉപയോഗം, ഇരുമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്, കൃഷി ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇരുമ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി എന്ത് ചെയ്തു, കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി. കൃഷി വ്യാപിപ്പിച്ചപ്പോൾ ടാക്സേഷൻ, നികുതി സമ്പ്രദായം ഡെവലപ്പ് ചെയ്തു വന്നു. അങ്ങനെ രാജാവിന് ഒരു വ്യക്തിക്ക്, ഒരു റൂളിംഗ് ക്ലാസ്സിന് എന്ത് ചെയ്തു, ജനങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ അത് രാജാവും പ്രജയും തമ്മിലുള്ള ഡിഫറൻസിന് കാരണമായി. അപ്പോൾ മനസ്സിലായില്ല എങ്ങനെയാണ് മഹാജനപദങ്ങൾ ഒറിജിനേറ്റ് ചെയ്ത് വന്നത് അല്ലെങ്കിൽ ഇവല്യൂഷൻ സംഭവിച്ചു വന്നത് എന്നാണ് പറയുന്നത്. ഇനി മഹാജനപദാസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അക്കോർഡിംഗ് ടു ബുദ്ധിസ്റ്റ് കാനോനിക്കൽ ടെക്സ്റ്റ് അംഗുത്തര നികായ, there were 16 states of considerable extent and power. The 16 Mahajanapada's were either monarchical or republican in their political organization. അപ്പോൾ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ആയിട്ടുള്ള അംഗുത്തര നികായ എന്ന് പറയുന്ന കൃതിയിൽ 6 മഹാജനപദങ്ങളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ ഈ 16 മഹാജനപദങ്ങളിൽ ചിലത് രാജവാഴ്ച നിലനിൽക്കുന്നതും ചിലത് റിപ്പബ്ലിക്കൻ ഭരണം നിലനിൽക്കുന്നു. അപ്പോൾ അവരുടെ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് ചിലതിൽ എല്ലായിടത്തും രാജവാഴ്ചയല്ല, മറിച്ച് ചില സ്ഥലങ്ങളിൽ രാജവാഴ്ചയും ചില സ്ഥലങ്ങളിൽ റിപ്പബ്ലിക്കൻ ഭരണക്രമവുമാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മഹാജനപദാസ്, അംഗുത്തര നികായയിൽ പറയുന്ന മഹാജനപദാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അംഗ, മഗധ, കാശി, കോസല, വജ്ജി, മല്ല, ചേതി, വത്സ, കുരു, പാഞ്ചാല, മത്സ്യ, ശൂരസേന, അശ്മക, അവന്തി, കാംബോജ. ഇവയാണ് അംഗുത്തര നികായത്തിൽ മെൻഷൻ ചെയ്യുന്ന 16 മഹാജനപദങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഈ മഹാജനപദങ്ങളിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊണാർക്കിക്കൽ ഫോം ഓഫ് ഭരണം നിലനിൽക്കുന്ന കാശിയെക്കുറിച്ചാണ്. ഓക്കെ, കാശി. ഓഫ് ദി 16 മഹാജനപദാസ്, Kashi were probably the first and the most powerful in the beginning. It seemed to have emerged as a major town around 450 BCE. Its capital was at Varanasi. Okay, അപ്പോൾ 16 മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രോമിനൻ്റ്, തുടക്കത്തിൽ ഏറ്റവും പ്രോമിനൻറ്റും പവർഫുള്ളുമായിട്ടുണ്ടായിരുന്ന ഒരു മഹാജനപദമായിരുന്നു ഇവിടെ കാശി എന്ന് പറയുന്നത്. അതൊരു മൊണാർക്കിക്കൽ, അവിടുത്തെ ഭരണം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, മൊണാർക്കിക്കൽ ഫോം ഓഫ് ഗവൺമെൻറ് ആയിരുന്നു അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ മൊണാർക്കിക്കൽ ഫോം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഇനി 450 BC കൂടിയിട്ട് ഇതൊരു മേജർ ടൗൺ ആയിട്ട്, കാശി എന്ന് പറയുന്ന സ്ഥലം ഒരു പ്രധാനപ്പെട്ട ടൗൺ ആയിട്ട് വികസിച്ചു. കാശിയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് വാരണാസി ആയിരുന്നു. ഇറ്റ് വാസ് എ ഫേമസ് ഫോർ കോട്ടൺ ടെക്സ്റ്റൈൽസ് ആൻഡ് മാർക്കറ്റ് ഫോർ ഹോഴ്സസ്. അതുപോലെ കോട്ടൺ ടെക്സ്റ്റൈൽസിന്, പരുത്തി വ്യവസായത്തിൻ്റെയും അതുപോലെ കുതിര വ്യവസായത്തിൻ്റെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട കമ്പോളം കൂടിയായിരുന്നു എന്ത്, കാശി എന്ന് പറയുന്നത്. ആൻഷ്യൻ കാശി വാസ് ബൗണ്ട് ബൈ റിവർ വരുണ in the north and river Asai in the south. Kashi was in constant conflict with the kingdom of Kosala, Magadha and Anga. Though Kosala was once defeated by Kasi, later it was annexed by Kosala. Okay, അപ്പോൾ ഈ ആൻഷ്യൻ്റ് കാശി പ്രധാനമായിട്ടും വരുണ നദിക്ക്, വടക്ക് വരുണ നദിക്കും അതുപോലെ തെക്ക് ഭാഗത്ത് അസൈ നദിക്കും ചുറ്റുമാണ് ഈ കാശി എന്ന് പറയുന്ന സ്ഥലം നിലനിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ കാശി കോൺസ്റ്റൻറ്റ് ഒരു കോൺഫ്ലിക്റ്റ് ആരുമായിട്ട് നിലനിർത്തിയിട്ടുണ്ടായിരുന്നു, കോസല, മഗധ, അംഗ തുടങ്ങിയ മഹാജനപദങ്ങളുമായിട്ട് എപ്പോഴും ഒരു ബന്ധശത്രുതയിലായിരുന്നു ഈ പറയുന്ന മഹാജനപദം എന്ന് പറയുന്നത്. പിന്നീട് എന്ത് ചെയ്തു, കോസലം കാശിയെ ഡിഫീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അനാക്സ് ചെയ്തിട്ട് അവരുടെ പ്രദേശത്തോട് കൂട്ടിച്ചേർത്തോട് കൂടിയിട്ട് കാശിയുടെ പ്രതാപം എന്ത് ചെയ്തു, ഇല്ലാതായി പോയി എന്നാണ് പറയുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ പഠിച്ച മഹാജനപദമാണ് കാശി എന്ന് പറയുന്നത്. കാശിയുടെ ക്യാപിറ്റൽ എന്താണ്, വാരണാസിയാണ് കാശിയുടെ തലസ്ഥാനം എന്ന് പറയുന്നത്, മറന്നു പോകരുത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു മഹാജനപദം എന്ന് പറയുന്നത് കോസലമാണ്. ദ ശതപഥ് ബ്രാഹ്മണ ഗീവ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് കോസല മഹാജനപദാസ് വിത്ത് ദ ക്യാപിറ്റൽ അറ്റ് ശ്രാവസ്തി.
It was located in the northwest of Magadha, around the area occupied by present ഈസ്റ്റേൺ ഉത്തർപ്രദേശ്. അപ്പോൾ ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്ന ഒരു മഹാജനപദമാണ് ഇത് കോസലം എന്ന് പറയുന്നത്. കോസലയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ശ്രാവസ്തിയാണ്. ഇനി അതിൻ്റെ ഒരു ലൊക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മഗധ എന്ന് പറയുന്നത് ബീഹാറിലെ പാട്ന ഗയ ജില്ലകളിലെ ഇന്നത്തെ പ്രസൻറ്റ് പാട്ന ഗയ ജില്ലയുടെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് മഗധ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഗധയ്ക്ക് വടക്ക് പടിഞ്ഞാറായിട്ടാണ് സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്, കോസലം സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഇന്നത്തെ ഉത്തർപ്രദേശിനോട് അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, കോസല എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലൊക്കേഷൻ മനസ്സിലായില്ല. ഏകദേശം മഗധയ്ക്ക് നോർത്ത് വെസ്റ്റ് ആയിട്ടായിരുന്നു കോസലം സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൺ ദ വെസ്റ്റ് കോസല വാസ് ബൗണ്ടഡ് ബൈ ദി റിവർ ഗോമതി, ഓൺ ദി സദേൺ സൈഡ് ബൈ ദി റിവർ സർപ്പിക. അപ്പോൾ ഇനി കോസലയോട് അടുത്ത് കിടക്കുന്ന റിവേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വെസ്റ്റിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഗോമതി നദിയും സൗത്തിൽ സർപ്പിക എന്ന് പറയുന്ന നദിയോട് ചേർന്നിട്ടുമായിരുന്നു ഈ കോസലം എന്ന് പറയുന്ന മഹാജനപദം സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. അയോധ്യ, സാകേത, ശ്രാവസ്തി വേർ 3 ഇമ്പോർട്ടൻറ്റ് കോസല സിറ്റീസ്. ദ കിങ് ഓഫ് കോസല ഫേവേർഡ് ബ്രാഹ്മണിസം ആൻഡ് ബുദ്ധിസം. ഇനി കോസലത്തിലെ പ്രധാനപ്പെട്ട സിറ്റികൾ ഏതൊക്കെയാണെന്ന്, അയോധ്യ, സാകേതം, ശ്രാവസ്തി എന്ന് പറയുന്നത് കോസലത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു ഈ കാലഘട്ടത്തിൽ. ഇനി കോസലത്തിലെ രാജാക്കന്മാർ ബ്രാഹ്മണിസത്തിനെയും അതേപോലെ തന്നെ ബുദ്ധിസത്തെയും പാട്രണൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. പ്രസേനജിത്ത്, ദ കോസലൻ കിങ് വാസ് ദ കണ്ടംപററി ഓഫ് കിങ് ബിംബിസാര ആൻഡ് അജാതശത്രു ഓഫ് മഗധ. ഇനി കോസല രാജാവായിരുന്ന പ്രസേനജിത്ത് മഗധയിലെ ഭരണാധികാരിയായിട്ടുള്ള ബിംബിസാരൻ്റെയും അജാതശത്രുവിൻ്റെയും സമകാലികനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പ്രസേനജിത്സ് sister was married to Bimbisara, the king of Magadha, and Kashi was given to her dowry. Finally, Kosala was annexed by Magadha during Ajatashatru's reign after the death of Prasenajit. അങ്ങനെ ഈ കോസലയിലെ ഭരണാധികാരിയായിരുന്ന പ്രസേനജിത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരിയെ ബിംബിസാരനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു അലയൻസിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ചിലപ്പോൾ അങ്ങനെ ഒരു വിവാഹം നടക്കുന്നത്. അങ്ങനെ കാശി എന്ത് ചെയ്തു, അവർക്ക് സ്ത്രീധനമായിട്ട് നൽകുകയും ചെയ്തു. പക്ഷേ പിന്നീട് മഗധ എന്ത് ചെയ്തു, ഈ കോസലത്തെ അനക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് തങ്ങളുടെ രാജ്യത്തോട് ചേർക്കുകയുണ്ടായി. പ്രസേനജിത്ത് മരണത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു അനാക്സേഷൻ എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന മഹാജനപദം എന്ന് പറയുന്നത് അങ്കയാണ്. അങ്ക കൺട്രി വാസ് വെരി ആൻഷ്യൻ്റ് ആസ് ഈസ് എവിഡൻറ്റ് ഫ്രം ദി റെഫറൻസ് മെയ്ഡ് ഇറ്റ് ഇൻ ദി ആൻഷ്യൻ്റ് ബ്രാഹ്മണിക്കൽ വർക്ക്സ് ലൈക്ക് ദി ഐതരേയ ബ്രാഹ്മണ, മഹാഭാരത, പുരാണാസ് ആൻഡ് രാമായണ. അപ്പോൾ അങ്ക എന്ന് പറയുന്നത് വളരെ ആൻഷ്യൻ്റ് കാലഘട്ടം മുതൽ തന്നെ നിലനിന്നിട്ടുള്ള ഒരു മഹാജനപദമായിരുന്നു എന്ന് തെളിവുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ബ്രാഹ്മണിക്കൽ വർക്ക്സ് ആയിട്ടുള്ള ഐതരേയ ബ്രാഹ്മണത്തിൽ നിന്നും മഹാഭാരതയിൽ നിന്നും അതുപോലെ പുരാണങ്ങളിൽ നിന്നും രാമായണത്തിൽ നിന്നൊക്കെ നമുക്ക് എന്തിനുള്ള തെളിവ് ലഭിക്കുന്നുണ്ട്. അങ്ക എന്ന് പറയുന്നത് വളരെ ആൻഷ്യൻ കാലഘട്ടം മുതൽ തന്നെ നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു മഹാജനപദമായിരുന്നു എന്ന് തെളിവ് ലഭിക്കുന്നുണ്ട്. അങ്ക വാസ് ലൊക്കേറ്റഡ് ഇൻ ദ കോസ്റ്റ് ഓഫ് മഗധ ആൻഡ് വെസ്റ്റ് ഓഫ് രാജമഹൽ ഹിൽസ്. ഇറ്റ് ഹാഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അറ്റ് ചമ്പ. ഇറ്റ് വാസ് നിയർ മോഡേൺ ബഗൽപൂർ. അപ്പോൾ അങ്ക എന്ന് പറയുന്നത് മഗധയ്ക്ക് വടക്കായിട്ട് രാജ്മഹൽ കുന്നുകളിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു മഹാജനപദമായിരുന്നു. ഇതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇന്നത്തെ ചമ്പ, അതായത് ഇന്നത്തെ ബഗൽപൂർ എന്ന് പറയുന്ന സ്ഥലത്തിനോട് അടുത്തായിട്ടായിരുന്നു ഈ ചമ്പ എന്ന് പറയുന്ന സ്ഥലം നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് നോട്ടീസ്ഡ് ഫോർ ഇറ്റ്സ് വെൽത്ത് ആൻഡ് കൊമേഴ്സ്. അപ്പോൾ അങ്കം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് അവരുടെ സമ്പത്തിൻ്റെയും അതുപോലെ വ്യാപാരത്തിൻ്റെയും അഭിവൃദ്ധിയിലായിരുന്നു ഈ അങ്ക എന്ന് പറയുന്ന മഹാജനപദം ഇത്ര കണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ക വാസ് അനാക്സ്ഡ് ടു മഗധ ഡ്യൂറിങ് ദ ടൈം ഓഫ് ബിംബിസാര. പിന്നീട് അങ്കം എന്ത് ചെയ്യപ്പെട്ടു, ബിംബിസാരൻ്റെ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്ത് ബിംബിസാരൻ അങ്കയെ അവരുടെ സാമ്രാജ്യത്തോട് അല്ലെങ്കിൽ മഗധൻ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തതോട് കൂടിയിട്ട് അങ്കയുടെ പ്രതാപം നശിച്ചു പോവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ചമ്പയായിരുന്നു അങ്കത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്, മറന്നു പോകരുത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മഹാജനപദത്തെക്കുറിച്ചാണ്. അതാണ് മഗധ എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ പഠിച്ച മഹാജനപദാസിനെ എല്ലാം അനക്സ് ചെയ്ത് കൂട്ടിച്ചേർത്തത് മഗധയായിരുന്നു. അതുകൊണ്ട് തന്നെ മഗധ എന്ന് പറയുന്നത് എന്തായിരിക്കും, അത്രയും പ്രോമിനൻ്റ് ആയിരിക്കും. ദ നെയിം മഗധ ഫസ്റ്റ് അപ്പിയേഴ്സ് ഇൻ ദി അഥർവവേദ, വൺ ഓഫ് ദി മോസ്റ്റ് പ്രോമിനൻറ്റ് മഹാജനപദ. ഇറ്റ് വാസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ അങ്ക ആൻഡ് വത്സ.
It corresponds roughly to modern Patna and Gaya district of Bihar and part of Bengal. അപ്പോൾ മഗധ എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് അഥർവവേദത്തിലാണ്. അഥർവവേദ കാലഘട്ടത്തിലെ ഒരു പ്രധാന കൃതിയാണ് അഥർവവേദ എന്ന് പറയുന്നത്. അപ്പോൾ അഥർവവേദത്തിലാണ് എന്തിനെക്കുറിച്ച് പരാമർശിക്കുന്നത്? മഗധയെക്കുറിച്ച് പരാമർശിക്കുന്നത്. വൺ ഓഫ് ദി മോസ്റ്റ് പ്രോമിനൻറ്റ്, വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു മഹാജനപദമായിരുന്നു ഇത് മഗധ എന്ന് പറയുന്നത്. ഇനി ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ക എന്ന് പറയുന്ന മഹാജനപദത്തിനും അതുപോലെ വത്സ എന്ന് പറയുന്ന രണ്ട് മഹാജനപദങ്ങൾക്ക് ഇടയിലായിരുന്നു മഗധ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇന്നത്തെ പാട്ന ഗയ, ബീഹാറിലെ പാട്ന ഗയ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണ് ഇപ്പോഴത്തെ അല്ലെങ്കിൽ ആദ്യത്തെ മഗധ എന്ന് പറയുന്നത്. It was bounded on the north and west by the river Ganga and on the south by the Vindhyas outcrop and on the east by the river Chamba. അപ്പോൾ ഇതിന് ഇനിയൊരു ബൗണ്ടറി എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നോർത്ത് വെസ്റ്റിൽ ഗംഗാ നദിയും അതുപോലെ സൗത്തിൽ വിന്ധ്യ സത്പുര ഹിൽസും ഈസ്റ്റിൽ റിവർ ചമ്പയുമാണ്. അപ്പം അങ്ങനെ വളരെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇത് മഗധ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു ജിയോഗ്രഫി എന്ന് പറയുന്നത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിലനിൽക്കാൻ ആ ഒരു മഹാജനപദത്തിന് സഹായിച്ചിട്ടുണ്ടാവും. രാജഗൃഹ ഓർ ഗിരിവൃജ പ്രൊട്ടക്റ്റഡ് ബൈ 5 ഹിൽസ് വാസ് ദി ഏർലി മഗധൻ ക്യാപിറ്റൽ. അപ്പോൾ രാജഗൃഹമായിരുന്നു എന്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്? മഗധയുടെ ആദ്യ തലസ്ഥാനം എന്ന് പറയുന്നത് രാജഗൃഹം അല്ലെങ്കിൽ ഗിരിവൃജമായിരുന്നു. ലേറ്റർ ഇറ്റ് വാസ് ഷിഫ്റ്റഡ് ടു പാടലിപുത്ര. പിന്നീട് ഇത് പാടലിപുത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ മഗധയുടെ ആദ്യത്തെ തലസ്ഥാനം രാജഗൃഹം അല്ലെങ്കിൽ ഗിരിവൃജയും പിന്നീട് അത് പാടലിപുത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ദ ഏർലിയസ്റ്റ് ഡൈനാസ്റ്റി ഓഫ് മഗധ വാസ് ഫൗണ്ടഡ് ബൈ ബൃഹദ്രഥ. മഗധയിലെ ആദ്യത്തെ സാമ്രാജ്യം സ്ഥാപിച്ചത് ബൃഹദ്രഥനാണ്. ബട്ട് മഗധ കെയിം ഇൻ ടു പ്രോമിനൻസ് അണ്ടർ ബിംബിസാര ആൻഡ് അജാതശത്രു. മഗധയിലെ ആദ്യത്തെ സാമ്രാജ്യം സ്ഥാപിച്ചത് ബൃഹദ്രഥനാണെങ്കിലും പക്ഷേ അത് പ്രോമിനൻ്റ് ആയത് അല്ലെങ്കിൽ വളരെ അഭിവൃദ്ധിയിലേക്ക് എത്തിയത് ബിംബിസാര, അജാതശത്രു എന്ന് പറയുന്ന രണ്ട് റൂളേഴ്സിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. മഗധ, ദ റിപ്പബ്ലിക് ഓഫ് ദി ലിക്ഷാവി ആസ് നെയ്ബർ ആൻഡ് ദി ഗംഗ ഫോംഡ് ദി ബൗണ്ടറി ബിറ്റ്വീൻ ദീസ് 2 കൺട്രീസ്. അപ്പോൾ ലിക്ഷാവി എന്ന് പറയുന്ന ഒരു നെയ്ബറിങ് കൺട്രിക്കും അതുപോലെ ഗംഗ നദിക്കും ഇടയിലായിരുന്നു എന്ത് സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നു? മഗധ സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മഗധയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് രാജഗൃഹവും അതുപോലെ പാടലിപുത്രവുമായിരുന്നു. മഗധയിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളായിരുന്നു ബൃഹദ്രഥൻ, അതുപോലെ ബിംബിസാരൻ, അജാതശത്രു എന്നൊക്കെ പറയുന്നത്. During the reign of Ajaatashatru, Magadha also came in conflict with the Vajjis. The ancient city of Girivrija was encircled by the 5 hills. അപ്പോൾ അജാതശത്രുവിൻ്റെ കാലഘട്ടത്തിലാണ് മഗധ സാമ്രാജ്യം അതിൻ്റെ ഏറ്റവും പ്രോമിനൻസിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിൽ വജ്ജി എന്ന് പറയുന്ന മഹാജനപദവുമായിട്ട് ഇവർ നിരന്തരം കോൺഫ്ലിക്റ്റുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഗിരിവൃജ എന്ന് പറയുന്ന തലസ്ഥാന നഗരം 5 കുന്നുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ത്? ഈ ഗിരിവൃജ എന്ന് പറയുന്ന അതുപോലെ പാടലിപുത്ര എന്ന് പറയുന്ന സ്ഥലവും വളരെ പ്രോമിനൻ്റ് അല്ലെങ്കിൽ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അടുത്ത ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള മഹാജനപദ എന്ന് പറയുന്നത് വത്സയാണ്. ദ വത്സ അപ്പിയേഴ്സ് ടു ബി വൺ ഫോർ ദി ഋഗ്വേദിക് പീരീഡ്. വത്സ കിങ്ഡം കറസ്പോണ്ട്സ് ടു ബി മോഡേൺ ഡിസ്ട്രിക്റ്റ് ഓഫ് അലഹാബാദ് ആൻഡ് മിർസാപൂർ ഇൻ ഉത്തർപ്രദേശ് ഡിസ്ട്രിക്ട്. ഇറ്റ്സ് ക്യാപിറ്റൽ വാസ് കൗസാംബി നിയർ അലഹാബാദ്. അപ്പോൾ വത്സ എന്ന് പറയുന്ന മഹാജനപദത്തെക്കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് ഋഗ്വേദത്തിലാണ്. ഇതെന്ന് പറയുന്നത് അല്ലെങ്കിൽ വത്സ എന്ന് പറയുന്നത് ഇന്നത്തെ അലഹാബാദിലെ അല്ലെങ്കിൽ അലഹാബാദിനോടും മിർസാപൂറിനോടും ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. വത്സയുടെ ക്യാപിറ്റലാണ് ഏത്? കൗസംബി എന്ന് പറയുന്നത്. അതും അലഹാബാദിനോടടുത്താണ്. അലഹാബാദ് എന്ന് പറയുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണെന്ന് നമുക്കറിയാം. അപ്പം ഇന്നത്തെ ഉത്തർപ്രദേശിലെ ഒരു സ്ഥലമായിരുന്നു ആദ്യത്തെ വത്സ എന്ന് പറയുന്ന മഹാജനപദം എന്നായിരുന്നു നമുക്കിതിൽ നിന്ന് ഊഹിക്കാൻ സാധിക്കും. Kausambi was a very prosperous city and was the most important entry point of goods and passengers from the south and the west. Udayana, the ruler of this country in the 6th century BCE, had struggled against King Ajatashatru of Magadha and King Pratyodha of Avanti. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കൗസംബി എന്ന് പറയുന്നത് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു. അന്ന് സൗത്തിൽ നിന്നും അതുപോലെ വെസ്റ്റിൽ നിന്നും വരുന്ന പാസഞ്ചേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ഏത്? കൗസംബി എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ പ്രധാനപ്പെട്ട റൂളറായിരുന്നു ഉദയന എന്ന് പറയുന്നത്. വത്സയിലെ പ്രധാനപ്പെട്ട റൂളറാണ് ആര്? ഉദയന എന്ന് പറയുന്നത്. ഇദ്ദേഹം ഈ കാലഘട്ടത്തിൽ നിരന്തരമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ
നേരിട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രധാനമായിട്ടും മഗധയിലെ ഭരണാധികാരിയായിട്ടുള്ള അജാതശത്രുവിൽ നിന്നും അതുപോലെ അവന്തിയിലെ പ്രധാനപ്പെട്ട റൂളറായിട്ടുള്ള പ്രത്യോദന എന്ന് പറയുന്ന റൂളറിൽ നിന്നുമായിരുന്നു. ഓക്കെ, അപ്പോൾ വത്സയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൗസംബിയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട റൂളറായിരുന്നു ഉദയന ചക്രവർത്തി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ ഇത്രയും കാര്യങ്ങൾ? ഉദയന എൻറ്റേർഡ് ഇൻ ടു എ മാട്രിമോണിയൽ അലയൻസ് വിത്ത് ദ കിങ് ഓഫ് മഗധ. അപ്പോൾ ഈ ഉദയന എന്ന് പറയുന്ന ചക്രവർത്തി മഗധയുമായിട്ട് ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ ഇൻ എ പാലി ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ കിങ് ഉദയന ഓഫ് ദി വസാസ് ഈസ് സെഡ് ടു ഹാവ് ബീൻ കണ്ടംപററി ഓഫ് ബുദ്ധ. അതുപോലെ ഒരു ബുദ്ധിസ്റ്റ് സാഹിത്യത്തിൽ ഈ ഉദയനൻ എന്ന് പറയുന്നത് ബുദ്ധൻ്റെ സമകാലികനായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. തുടക്കത്തിൽ ഇൻ ദ ബിഗിനിങ് ഉദയന വാസ് ഒപ്പോസ്ഡ് ടു ബുദ്ധിസം, ബട്ട് ലേറ്റർ ഓൺ ഹി ബിക്കേം എ ഫോളോവർ ഓഫ് ദി ബുദ്ധ ആൻഡ് മെയ്ഡ് ബുദ്ധിസം ദ സ്റ്റേറ്റ് റിലീജിയൻ. അപ്പോൾ തുടക്കത്തിൽ ഈ ഉദയനൻ എന്തിനെ ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ബുദ്ധിസത്തെ ഓപ്പോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് അദ്ദേഹം ബുദ്ധ ഫോളോവർ ആവുകയും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് റിലീജിയൻ എന്ന് പറയുന്നത് എന്താക്കി മാറ്റുകയും ചെയ്തു? ബുദ്ധിസമാക്കി മാറ്റുകയും ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. അടുത്ത ഒരു മഹാജനപദമാണ് അവന്തി എന്ന് പറയുന്നത്. ദ കിങ്ഡം ഓഫ് അവന്തി റഫ്ലി കറസ്പോണ്ടഡ് ടു മോഡേൺ മാൾവ. ഇനിഷ്യലി ഉജ്ജയിനി വാസ് ക്യാപിറ്റൽ ഓഫ് നോർത്തേൺ അവന്തി ആൻഡ് മഹിഷ്മതി വാസ് ദ ക്യാപിറ്റൽ ഓഫ് സദേൺ അവന്തി. അപ്പോൾ അവന്തി എന്ന് പറയുന്ന മഹാജനപദം ഇന്നത്തെ ആധുനിക മാൾവ എന്ന് പറയുന്ന പ്രദേശത്തോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. നോർത്തേൺ അവന്തിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഉജ്ജയിനിയും സദേൺ അവന്തിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മഹിഷ്മതിയുമായിരുന്നു. അപ്പോൾ അവന്തി എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു ഭാഗത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഉജ്ജയിനിയും സദേൺ ഭാഗത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മഹിഷ്മതിയുമായിരുന്നു. ദ റിവർ ബെത്രാവതി ഡിവൈഡഡ് അവന്തി ഇൻറ്റു നോർത്തേൺ ആൻഡ് സദേൺ. അപ്പോൾ ഈ ഒരു അവന്തി എന്ന് പറയുന്ന മഹാജനപദത്തെ 2ആയിട്ട് തരംതിരിക്കുന്ന അല്ലെങ്കിൽ 2ആയിട്ട് വിഭജിക്കുന്ന നദി എന്ന് പറയുന്നത് ബെത്രാവതി എന്ന് പറയുന്ന നദിയായിരുന്നു. ദ റൂളർ ഓഫ് അവന്തി ഡ്യൂറിങ് ദ ടൈം ഓഫ് ദി ബുദ്ധ വാസ് ചന്ദ്രപ്രത്യോദ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഭരണാധികാരി എന്ന് പറയുന്നത് ചന്ദ്രപ്രത്യോദ എന്ന് പറയുന്ന റൂളറായിരുന്നു. ഈ പ്രത്യോദ എന്ന് പറയുന്ന അവന്തിയിലെ റൂളർ ബുദ്ധൻ്റെ കണ്ടംപററി ആയിട്ടുള്ള ഭരണാധികാരി ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇറ്റ് വാസ് എ കണ്ടംപററി ഓഫ് ഉദയന ഓഫ് കൗസംബി. അതുപോലെ ഇദ്ദേഹം ഈ പ്രത്യോദ എന്ന് പറയുന്ന ഭരണാധികാരി കൗസംബിയിലെ ഉദയന രാജാവിൻ്റെയും സമകാലികനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. അവന്തി ബിക്കേം എ വെരി ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ഓഫ് ബുദ്ധിസം. ബുദ്ധിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സെൻറ്റർ ആയിരുന്നു എന്ത്? അവന്തി എന്ന് പറയുന്നത്. ദ കിങ്ഡം ഓഫ് അവന്തി വാസ് ഫൈനലി അനാക്സ്ഡ് ടു ദി മഗധൻ എംപയർ ബൈ ശിശുനാഗ. പിന്നീട് മഗധ എന്ത് ചെയ്തു? അവന്തിയെ അനക്സ് ചെയ്തിട്ട് അവരുടെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. അത് ശിശുനാഗ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് അവന്തി എന്തിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്നത്? മഗധയോട് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അപ്പോൾ അവന്തി എന്ന് പറയുന്നത് ഇന്നത്തെ മാൾവയോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. അവന്തിക്ക് 2 തലസ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്, ഉജ്ജയിനിയും അതേപോലെ മഹിഷ്മതി എന്ന് പറയുന്നതും. അവിടുത്തെ പ്രധാനപ്പെട്ട റൂളറായിരുന്നു ചന്ദ്ര പ്രത്യോദ എന്ന് പറയുന്നത്. ഇനി ബുദ്ധിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സെൻറ്റർ കൂടിയായിരുന്നു ഈ അവന്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് നമ്മൾ ഇത്രയും മഹാജനപദാസിനെ കുറിച്ചാണ് പറയുന്നത്. ബാക്കി വരുന്ന മഹാജനപദാസിനെ കുറിച്ചിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.